നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേൽ ഫലസ്തീനുമായി ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിടേണ്ടി വന്നതിനെ തുടർന്ന് ഇസ്രായേൽ വലിയ രീതിയിലുള്ള വിമർശന സ്വരങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ഭരണപക്ഷമായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പാർട്ടിയായ ലിക്വിഡ് പാർട്ടിയിലെ പാർലമെൻറ്റ് അംഗങ്ങൾ രാജ്യഭീഷണി മുഴക്കുന്നതായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെൻഗീറിൻ്റെയും അതുപോലെ മോൺട്രിച്ചിൻ്റെയും സയനിസ്റ്റ് തീവ്ര ജൂത പാർട്ടികൾ അവിടെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇസ്രായേലി രാജ്യസുരക്ഷാ മന്ത്രി ബെൻഗീറിൻ്റെ രാജി ചർച്ച ചെയ്തിരുന്നു. അതുപോലെ മോൺട്രിച്ച് ഇസ്രായേലിൻ്റെ ധനകാര്യമന്ത്രി രാജിവെച്ചതായ ചില വാർത്തകൾ വരുമ്പോൾ തന്നെ അദ്ദേഹം രാജ്യസന്നദ്ധ പ്രഖ്യാപിച്ചതുകൊണ്ട് ഉള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്ഥിരീകരണങ്ങൾ ലഭിക്കുന്നില്ല. മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ സൈനിക മേധാവി ഹർസി അലേവി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഗസയിൽ രാജ്യത്തെ രക്ഷിക്കുവാൻ കഴിയാത്ത സൈന്യത്തിൻ്റെ മേധാവിയായി താൻ തുടരുന്നതിൽ അർത്ഥമില്ല എന്നിങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ചുമതലയിൽ നിന്ന് IDFൻ്റെ നേതൃത്വ പദവിയിൽ നിന്ന് രാജിവെക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേൽ കടന്ന് ഹമാസുകാർ തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ മോചനം അത് യുദ്ധത്തിലൂടെ സാധിച്ചില്ല. അതുപോലെ ബന്ദികളുടെ തട്ടിക്കൊണ്ടുപോകൽ തടയുന്നതിന് ഒരു സൈനിക മേധാവി എന്ന രീതിയിൽ തനിക്ക് കഴിഞ്ഞില്ല എന്ന ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഹർസി അലേവിയുടെ രാജിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ രാജികൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ തലവന്മാരിൽ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിക്കറ്റുകൾ ഇസ്രായേലി പക്ഷത്തിന് നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് വസ്തുതയും യാഥാർത്ഥ്യവും. മറിച്ച് ഗസയിലാതെ ആകെ ആഹ്ലാദത്തിൻ്റെ നൃത്തം തുടരുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ചും സദേൻ കമാൻഡ് തലവൻ യാരോൺ ഫിഗർമാൻ്റെ രാജി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിലിറ്ററി ഇൻ്റലിജൻസ് മേധാവി ജനറൽ അൽഹോൻ ഹനഫയുടെ രാജിയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസയുടെ നേതൃത്വമുണ്ടായിരുന്ന ഇസ്രായേലി കമാൻഡർ ഹവീർ ഓഫൻസൻ്റെ രാജി. അങ്ങനെ ഇസ്രായേലി സൈനിക നേതൃത്വത്തിൽ കൂട്ടരാജികൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നിരവധി സാധാരണ സൈനികരും തങ്ങളുടെ സൈനിക സേവനം മതിയാക്കുന്നു. ഇസ്രായേലിൽ നിന്ന് അവർ തിരികെ തങ്ങൾ വന്ന രാജ്യങ്ങളിലേക്ക് മടങ്ങുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ തീരപൗരത്വമുള്ള രാജ്യമാണ്. വേറെ രാജ്യങ്ങളിലെ ആളുകളും, പ്രത്യേകിച്ചും ഒരു ജൂത സയനിസ്റ്റ് രാജ്യം എന്ന രീതിയിൽ അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകൾക്കും ഇസ്രായേൽ പൗരത്വം അനുവദിച്ചിരുന്നു. ആ രാജ്യങ്ങളിലുള്ള സൈനികർ തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നു എന്ന രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇസ്രായേലിൽ നിരാശയും വിമർശനവും അതുപോലെ പ്രകടനങ്ങളുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഫലസ്തീനികൾ ഒന്നിച്ച് അവരുടെ വിജയം ആഘോഷിക്കുന്നതായി തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് സമാശ്വസിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മാത്യു സാമുവലിനെ പോലെയുള്ള ആളുകൾ ഇസ്രായേലി സൈന്യത്തിൻ്റെ സൈനിക ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലുകൾ കൂടി പുറത്തുവിടുന്നതാണ്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിശകലനങ്ങളും വരുമ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതും അതുതന്നെയാണ് യാഥാർത്ഥ്യവും. തൽക്കാലം ഈ വീഡിയോയുമായി വിട വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ജയ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.